നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ആളൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. താഴേക്കാട് സ്വദേശി തോട്ടത്തിൽ അരുണാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 18.20 ഗ്രാം MDMA പിടികൂടി. വീട്ടിലെ കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറയിൽ നിന്നുമാണ് MDMA കണ്ടെത്തിയത്. പുതുക്കാട് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതുക്കാട് കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം കാളൻ മലഞ്ചരക്ക് വ്യാപാര കടയിൽ ഇന്നലെ രാത്രിയാണ് ചുമർ തുറന്ന് ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയത്. ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്കു കൊണ്ടുള്ള മർദ്ദനത്തിൽ മധ്യവയസ്കന്റെ 2 വാരിയലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ അന്തിക്കാട് CI വിനീഷ്, പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാർ പറയുന്നു. കേരളത്തിൽ 4 ജില്ലകളിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് അടുത്ത 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തിച്ചേർന്നാക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ കാട്ടാനകളുടെ കണക്കെടുക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ്. അന്തിമ റിപ്പോർട്ട് ജൂലൈ 9 സമർപ്പിക്കും. സംസ്ഥാനത്ത് പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടയിൽ എലിപ്പനി ബാധിച്ച് മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിപെട്ട് 48 പേർക്ക് ജീവൻ നഷ്ടമായി. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകളാണ് ഇത്. മാള അരവിന്ദന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ സ്മരണ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരപ്പാടൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരുന്നു. പുത്തഞ്ചിറ പുത്തിരി അംഗൻവാടിയുടെ പ്രവർത്തകരായിരുന്ന പ്രമീളയ്ക്കും വാസന്തി ദേവിക്കും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. VA നദീർ അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് കുളം പഞ്ചമി ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ET ടൈസൺ MLA പഠനോപകരണത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാള മുഹുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പുറപ്പെടുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മഹൽ പ്രസിഡന്റ് AA അഷ്റഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് ഉസ്താദ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.